ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. കർത്താവിൻ്റെ അടിസ്ഥാനപരമായ സുവിശേഷം അത് മാനസാന്തരത്തിനുള്ളതായ ആഹ്വാനമാണ്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകാനിടയായി തീരുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പശ്ചാത്താപത്തിലേക്ക് നമ്മെ നയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക. നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും എല്ലാം ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയുടെ ബോവൂസായിൽ, മോർ അഫ്രൈമിൻ്റെ ബോവൂസായിൽ ഇങ്ങനെയാണ് നാം പാടുന്നത്: വൃത്തികളാൽ കർത്താവേ ഞാൻ നിൻ കോപത്തിനു പാത്രമതായി, കരുണാബ്ദേ നീ കോപിക്ക, സുസ്ഥിരമേ നിന്നിർമ്മലത. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തികൾ മൂലം ഞാൻ നിൻ്റെ കോപത്തിന് പാത്രമായിട്ട് മാറി. അതിനാൽ കർത്താവേ നീ കോപിക്കാതെ ഞങ്ങളോട് സുസ്ഥിരമായ ഒരു നിർമ്മലത നീ കാണിക്കണമേ എന്ന് നാം പാട്ടിലൂടെ പാടാറുണ്ട്. കർത്താവേ, കരുണയായിരിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളെ ഓർത്ത് അനുദിനം അനുദപിക്കുവാൻ, അങ്ങനെ നിർമ്മലമായൊരു മനസ്സാക്ഷി കാത്തു സൂക്ഷിക്കുവാൻ നമുക്കെല്ലാം പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അനുദപിക്കുന്നില്ല എങ്കിൽ നാം അതുപോലെ നശിച്ചു പോകാനിടയായിത്തീരും. കർത്താവ് തൻ്റെ സ്നേഹിച്ച പട്ടണങ്ങളെ ഓർത്ത് ഓരോന്നും വീണു പോകുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്: നിങ്ങളും അനുദപിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ നശിച്ചു പോകാനിടയായിത്തീരും. അനുദപിക്കുന്നവർക്ക് മാത്രമാണ് ജീവനിലേക്ക് പ്രവേശിക്കാനിടയായിത്തീരുന്നത്. പരിശുദ്ധ സഭ അനുതാപത്തിന് വേണ്ടി ഈ 50 നാളുകൾ നമുക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ അനുതാപത്തിൻ്റെ ചിന്തകളിലൂടെ, പശ്ചാത്താപത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നോമ്പിൻ്റെ നാളുകൾ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം പരിശുദ്ധമാക്കപ്പെടുമാറാകട്ടെ.